നമ്മുടെ ശരീരത്തിലൊക്കെ കാണുന്ന ഒരുപാട് സിംറ്റംസുകളെ, അതായത് ശരീരം കാണിച്ചു തരുന്ന രോഗ അടയാളങ്ങളെ നമ്മൾ സാധാരണയായിട്ട് അവഗണിക്കാറാണ് പതിവ്. താൽക്കാലികമായ ചെറിയ അടയാളങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന ചില അടയാളങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ തകരാറ് മൂലം അല്ലെങ്കിൽ ബാലൻസിങ് കുറവ് മൂലമായിരിക്കണം സംഭവിക്കുക. അതിനാൽ തന്നെ ചില അടയാളങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ചുവന്ന കണ്ണുകൾ അല്ലെങ്കിൽ വേദനയുള്ള കണ്ണുകൾ. TCM പ്രകാരം ചുവന്ന കണ്ണുകളും വേദനയുള്ള കണ്ണുകളും, അതല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട തകരാറുകൾ, നമ്മുടെ ലിവറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ ബാലൻസിങ് ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കുക. വായക്ക് സ്ഥിരമായിട്ടും കയ്പ്പ് രുചി ഉണ്ടാവുക, അതുപോലെ തന്നെ റെഡ് കോംപ്ലക്ഷനോട് കൂടിയിട്ടുള്ള മൗത്ത് അഥവാ വായൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട ചെറിയ ബാലൻസിങ് ഇഷ്യൂ ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളമാണ് ശരീരം ഈ കാണിക്കുന്നത്. TCM പ്രകാരം, ചൈനീസ് മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരം, ഇത്തരം പ്രയാസമുള്ളവർക്ക് ഫയർ എലമെൻറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പഞ്ചഭൂതങ്ങളിൽ തീയെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് 4 ഓർഗനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓർഗനാണ് ഹാർട്ട്. ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. സ്പ്ലീനിന് ഒരാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവരുടെ യെല്ലോ കോംപ്ലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന പ്രശ്നമായിരിക്കാം. ഒരു മഞ്ഞ കലർന്ന കോംപ്ലക്ഷനോട് കൂടിയിട്ടുള്ള കാര്യമാണെങ്കിൽ, തൊലിയാണെങ്കിൽ, പിന്നെ ശരീരഭാഗങ്ങളാണെങ്കിൽ ഇവർക്ക് സ്പ്ലീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചില ആളുകളുടെ മൂക്കിൽ നിന്ന് എപ്പോഴും ഒലിച്ചു കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ജലദോഷം വിട്ടുമാറാതിരിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ, കഫം വിട്ടുമാറാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അയാളുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അഥവാ ലെൻസ് ഡിസോർഡറുമായി ബന്ധപ്പെട്ട സിംറ്റംസാണ് ഈ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സിംറ്റംസുകളുള്ളവർ ചികിത്സക്ക് വിധേയരാകണം. 2-3 മാസം കൊണ്ട് പരിഹരിക്കാവുന്നവ വലിച്ച് നെറ്റിക്കളയരുത്.